ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആണല്ലോ. നമുക്ക് വെറുതെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാക്കി ഞാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്കിത് അതിനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര അരിപ്പൊടിയാണ് വേണമെന്നുള്ളത് ആ എടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി എങ്ങനെയാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ എത്രയാണെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/4 കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറുകി വരണ്ടില്ല, നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു ചൂടോട് തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യാനേ പാടില്ല, കൈ നന്നായിട്ട് പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് അടച്ച് വെക്കണം. ഈ ഒരു ചൂടോട് തന്നെ അങ്ങ് അടച്ച് വെക്കാം. അതിന് ശേഷമാട്ടോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ കുറഞ്ഞത് എന്തായാലും വെക്കണേ, എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളിതാ മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു അരിപ്പൊടിനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തും ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ മാവ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത മാവിൽ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതാ ബാക്കിയുള്ള അരിപ്പൊടിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിലാക്കണ്ട കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ, ഇനി ഇതിനും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, വലുപ്പം കൂടാൻ പാടില്ല. ഈ ഒരു വലുപ്പത്തിലാട്ടോ ആവശ്യമുള്ളൂ. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ നമുക്കൊരു 1.5 ടീസ്പൂണോളം തേങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ തേങ്ങയും കൂട്ടി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുത്തിട്ട് കളറൊന്ന് മാറി വന്നാൽ മതി, നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വറന്നിട്ട് ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയാൽ മതി, ഒരുപാട് അങ്ങ് കളർ മാറ്റിയെടുക്കേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് നമുക്ക് 1.5 കപ്പോളം തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ വെല്ലമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വെല്ലം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വെല്ലം ഒന്ന് ഉരുക്കിയിട്ട് അതിൽ ആ ഒരു പൊടികളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യത്തിലുള്ള മധുരാട്ടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിനൊന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു അരിയുടെ ആ ഒരു ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1-2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് ഒന്ന് ഈ ഒരു പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ടൊന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.